ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയുന്നത് നമ്മുടെ ഹെഡിങ് തന്നെ ഇതാണ്. Q3 റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ Q3 റിസൾട്ട് മുതൽ ഈ പറയുന്ന സ്റ്റോക്കിൽ മൾട്ടി ബാഗർ ആകുമോ എന്നുള്ളതാണ് ചോദ്യം. ആകുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ഫ്യൂച്ചറാണ്, നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. അതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിന്ന് അനാലിസിസ് നടത്തി നോക്കുകയാണ് ഉള്ള സാധ്യതയുള്ള സ്റ്റോക്കുകളാണോ അല്ലയോ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഇത് ലേണിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റിലാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആ കൺസെപ്റ്റിൽ മാത്രമേ നിങ്ങൾ വീഡിയോ എടുക്കാവുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, Q3 വളരെ സ്ട്രെച്ചഡ് ആണ്. നിഫ്റ്റി PE വന്നിട്ട് സംതിങ് അറൗണ്ട് 23 നിൽക്കുന്നത്. കാര്യം നിഫ്റ്റി EPS വന്നിട്ട് സംതിങ് അറൗണ്ട് 934 ആണ്. നിഫ്റ്റി EPSൽ ഒരു പാളിച്ച സംഭവിച്ചാൽ റിസൾട്ടിൻ്റെ പുറത്ത് ദെൻ വാല്യുവേഷൻ കറക്ഷൻ വരാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ കറൻറ്റ് വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന EPS ഈ Q3 റിസൾട്ടിൽ വരുമോ ഇല്ലെന്നുള്ളതാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചോദ്യം. അടുത്ത മാസം ഫെബ്രുവരി മാസം മിഡോടുകൂടി എൻ്റെ 23 സെഷൻസിൻ്റെ ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുണ്ട്. ഷോർട്ട് സ്വിംഗ് ട്രേഡ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. സംതിങ് 40,000 ചാർട്ടിൽ 4 കൊല്ലം വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ്. സെയിം ക്വാർട്ടറിൽ എൻട്രി, സെയിം ക്വാർട്ടറിൽ എക്സിറ്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 23 സെഷനാണ്, ഓൺലൈനാണ്, സൂം സെഷനാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അടുത്ത ആഴ്ച റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾക്കറിയാമല്ലോ, ട്രെൻഡ്സ് എന്ന പേരിൽ നമുക്ക് റിസൾട്ട് വന്ന അന്ന് തന്നെ റിസൾട്ടിനെ അനലൈസ് ചെയ്ത് നമ്മൾ വീഡിയോ ഇറക്കുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ജൂലൈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് Eqtfxനോട് ചേർന്നുള്ള ജോയിൻ ബട്ടൺ വഴി ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യാം. എസ്പെഷ്യലി റിസൾട്ടിനെ കുറിച്ച് ഒരു സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് നല്ല ഐഡിയ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സംരംഭം നിങ്ങൾക്കൊരു ഒരു ഗോൾഡ് മൈനായിട്ട് ആക്ട് ചെയ്യും. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. റിസൾട്ട് വന്നു, അതിൻ്റെ അകത്തുനിന്ന് നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കുകളുടെ പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തിയിട്ട് ആ സ്റ്റോക്കുകളുടെ പ്രസൻറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Eqtfxനോട് ചേർന്നുള്ള ജോയിൻ ബട്ടൺ വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അടുത്ത ആഴ്ചയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. റിസൾട്ട് സീസൺ തുടങ്ങിയ അന്ന് മുതൽ സീസൺ തീരുന്ന വരെ സംതിങ് അറൗണ്ട് 30-35 ഡേയ്സ് കണ്ടിന്യൂസ് വീഡിയോസാണ്. അതൊരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക്. തീർച്ചയായും ഐ ഇൻവൈറ്റ് യു ടു ജോയിൻ. ഹായ് ഫ്രണ്ട്, ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻസ്. അതുപോലെ തന്നെ യു ആർ റിക്വസ്റ്റഡ് ടു ക്രോസ് ചെക്ക് ദി ഫിഗേഴ്സ് മെൻഷൻ ഇൻ ദിസ് വീഡിയോ. കാര്യം എനിക്കും ക്ലറിക്കൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ആദ്യത്തെ കമ്പനി വൈൻഡിങ് വൈസിലെ ഏഷ്യയിലെ വന്നത് ടോപ്പ് കമ്പനിയാണ്. ഫസ്റ്റ് കമ്പനി അവരുടെ സെയിൽസ് വോളിയം മെട്രിക് ടൺസിലുള്ള ഗ്രോത്ത് നോക്കുക. 7568 നിന്നും 8813 ആയി. പ്രൊഡക്ഷൻ 7794 നിന്നും 8836 ആയി. ആൻഡ് റവന്യൂ ഫ്രോം ഓപ്പറേഷൻസ് 620 ക്രോസിൽ നിന്നും 757 ക്രോസ് ആയി. EBITDA 3.4 നിന്നും 4.2 ആയി. ആൻഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1 നിന്നും 1.9% ആയി. ആൻഡ് കമ്പനി സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് വൈൻഡിങ് വൈസ് ഇൻ സൗത്ത് ഏഷ്യ. പ്രൂവൻ ട്രാക്ക് റെക്കോർഡ്. അവരുടെ 2 സബ്സിഡീസാണ്, ഗ്ലോബൽ കോപ്പറും ഈ പാവോയുമാണ്. കമ്പനിയുടെ പേര് രാം രത്ന വയേസ് എന്നാണ്. മാർക്കറ്റ് ക്യാപ് 1318 കോടി. സ്റ്റോക്ക് പീസ് 26.2 അഗൈൻസ്റ്റ് ഇൻഡസ്ട്രി പീസ് 32.4. വെരി ഗുഡ് ROC ആൻഡ് എക്സലന്റ് ROE. ആൻഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.72 ഉള്ളൂ. ആ പടക്കടം 275 കോടി കടവുള്ള. എക്സലന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് 73. ആൻഡ് സി ദി ടോപ്പ് ലൈൻ. ഒരു കുറച്ച് നാളായിട്ട് ഡിസംബർ 2021 മുതൽ ഡിസംബർ 2022 വരെ 1 ഇയറിലെ 600 ക്രോസ് കാറ്റഗറിയിൽ അവരുടെ ടോപ്പ് ലൈൻ കിടന്നെങ്കിൽ 2021 വന്നപ്പോൾ അവർ 600+ കാറ്റഗറിയിൽ നിന്നും 757 മാറി. അത് കമ്പനിയുടെ വലിയൊരു ഗ്രോത്തിനെയാണ് കാണിക്കുന്നത് അല്ലേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുക. സെപ്റ്റംബറിൽ 21 ക്രോസ് ആയിരുന്നു, ജൂണിൽ 25 ആയി, സെപ്റ്റംബറിൽ 32 ആയി. ആൻഡ് സി ദി OPM എക്സ്പാൻഷൻ 4% OPM എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ഈസ് വെരി ഗുഡ് ബാലൻസ് ഷീറ്റ് അവരുടെ. കാര്യം റിസർവ്സ് എന്ന് പറയുന്നത് 290 നിന്ന് 362 ആയിട്ട് കുതിച്ചുയർന്നു. ബോറോയിൻസ് 267 എന്നുള്ളത് ഫ്ലാറ്റ് ആണ്, 275 ആയിട്ടുള്ളൂ. ആ ക്യാപിറ്റൽ വർക്ക് പ്രോഗ്രസ് എന്ന് പറയുന്നത് 4 കോടിയിൽ നിന്ന് 31 കോടിയായി. ഇൻവെസ്റ്റ്മെൻറ്റ് 80 കോടിയിൽ നിന്നും 138 കോടിയായി. അടുത്ത കമ്പനി ലീഡർ ഇൻ ഓട്ടോമാറ്റിക് ആൻഡ് സർഫസ് ട്രാൻസ്പോർട്ട് സീറ്റിംഗ് ആൻഡ് ഓട്ടോ കമ്പോണൻറ്റ്സ്. അവരുടെ പ്രൊഡക്ട്സാണ് സീറ്റ്സ് 4 വീലേഴ്സിന്, 2 വീലേഴ്സിന്, റെയിൽവേക്ക്, NVH പ്രൊഡക്ട്സ്, മെറ്റൽ റേഞ്ച് ആൻഡ് എക്സ്ട്രൂഷൻ, വിൻഡ്ഷീൽഡ് മോൾഡിംഗ്, ബോഡി സീലിംഗ് പാർട്സ്. ഈ കമ്പനി ജോയിൻറ്റ് വെഞ്ചർ ഓഫ് മാരുതി, സുസുക്കി ആൻഡ് രോഹിത് ലാൻഡ് ആൻഡ് അസോസിയേറ്റ്സ് ആണ്. ഭാരത് സീറ്റ്സ് എന്നാണ് കമ്പനിയുടെ പേര്. ചെറിയ കമ്പനിയാണ്, മൈക്രോ ക്യാപ്പാണ്. 616 കോടിയുള്ളൂ. മെയിനായിട്ട് മാരുതിക്കാണ് മെയിൻ സപ്ലയർ. സ്റ്റോക്ക് പീസ് 26.1 ഉള്ളൂ. ഇൻഡസ്ട്രി പീസ് 31.9 ഉണ്ട്. ആൻഡ് ROE ഈസ് ഗുഡ്. ഡെപ്റ്റ് ഇക്വിറ്റി 0.66 ഉള്ളൂ. 100 കോടി കടവുള്ള കമ്പനിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് സംതിങ് അറൗണ്ട് 74.6 ഉണ്ട്.
And see the top line is very stable. കഴിഞ്ഞ സെപ്റ്റംബറിൽ 290 ഉണ്ടായിരുന്നെങ്കിൽ ഈ സെപ്റ്റംബറിൽ ഒരു 5 കോടി താന്നു. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11.93 ആയിരുന്നെങ്കിൽ ഈ സെപ്റ്റംബറിൽ സംതിങ് അറൗണ്ട് 17 ക്രോസിനടുത്ത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴിഞ്ഞ കൊല്ലം OPM 4% ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തവണ 5.92 ക്ലോസ് ടു 6%ലേക്ക് OPM ഒരു കുതിച്ചാട്ടം കൊടുത്തു. ആൻഡ് റേഷ്യോസ് വെരി ഗുഡ് റേഷ്യോസ് ആണ്. കാരണം ഡേയ്സ് പേബിൾ 68 ഇന്ന് 48 ആയി, ഇൻട്രാഡേ ഡേയ്സ് 28 ഇന്ന് 12 ആയിട്ട് കുറഞ്ഞു, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ മൈനസായി, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളും മൈനസായി, ആ ROC 18% ആയി. അടുത്ത കമ്പനി ബേസിക്കലി ഓയിൽസിൽ കാസ്ട്രോൾ ഓയിൽ, റിഫൈനറീസൊക്കെ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടൊരു കമ്പനിയാണ്. സോ അവരുടെ കണക്ക് പ്രകാരം കാസ്റ്റർ ഓയിലിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ മാർക്കറ്റാണ് ഫിനാൻഷ്യൽ 2015 650 000 ടൺസ് പെർ ആനം എന്നുള്ളത് അവർ 2025 നമ്മുടെ ഹോൾ ഇന്ത്യൻ മാർക്കറ്റ് 11,160 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് സ്ട്രോങ് നെറ്റ്വർക്ക് ഫൈൻഡ് പ്ലസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൊഡക്ട്സ് മാർക്കറ്റഡ് ഇൻ 35 കൺട്രിയിൽ സപ്ലൈ ഉണ്ട്. ഡൊമസ്റ്റിക് 17 സ്റ്റേറ്റ്സ്. ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ്സ് ഉണ്ട് അവരുടെ. സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റാണുള്ളത്. ടാങ്കേഴ്സ് ഉണ്ട്. റവന്യൂ ഗ്രോസ് 15.46%, 5 years CAGR. മാർക്കറ്റ് ക്യാപ് 1911 ആണ്. സ്റ്റോക്ക് പീസ് 14.4 അഗൈൻസ്റ്റ് ഇൻഡസ്ട്രി പീസ് 26.8 ഓൺ ആൻ ആവറേജ്. Excellent ROC, excellent ROE, and debt equity 0.65 ഉള്ളൂ. ഡെപ്റ്റ് 458 കോടിയേ ഉള്ളൂ. പ്രൊമോട്ട് ഹോൾഡിംഗ് ഈസ് വെരി ഗുഡ് 72.6. ആൻഡ് സീ ദ ടോപ്പ് ലൈൻ 28, 27, 27, 26, 24 കിടന്നിട്ട് സെപ്റ്റംബറിൽ 4119 കുതിച്ചുയർന്നു. അതുപോലെ തന്നെ എക്സ്പെൻസും നാച്ചുറലി അതുപോലെ തന്നെ കുതിച്ചുയർന്നു. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുക, സെപ്റ്റംബറിൽ 66 കോടി എന്നുള്ളത് 81 കോടിയായിട്ട് മാറി. PNL കൊണ്ട് നോക്ക്. മാർച്ചിൽ നമ്മുടെ കൊറോണ ടൈമിൽ 120 crores ആയിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അത് 141 ആയി. അതിനുശേഷം 225 ആയി. കഴിഞ്ഞാലും 282 ആയി. കണ്ടിന്യൂസ് ഇംപ്രൂവിംഗ് ആണ്. ട്രെയിലിംഗ് 12 months 296 ആണ് സോ ഫാർ. ബാലൻസ് ഷീറ്റ് വെരി ഗുഡ് ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ്. ബോറോയിങ്സ് വന്നിട്ട് 484 നിന്ന് 450 ആയിട്ട് കുറഞ്ഞു. റിസർവ് 621 നിന്ന് 680 ആയിട്ട് കൂടി. ആൻഡ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 106 കോടി നിന്ന് 350 കോടിയായിട്ട് കൂടി. കമ്പനിയുടെ പേര് ഗൂഗിൾ അഗ്രോ റിസോഴ്സസ് ലിമിറ്റഡ് എന്നാണ്. അടുത്ത കമ്പനി നമുക്കെല്ലാം അറിയാവുന്ന കമ്പനിയാണ് ലുമാക്സ് ആണ്. ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് റേഞ്ച് 4 വീലേഴ്സിൽ, 2 വീലേഴ്സിൽ, കമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ ആൻഡ് ഫാം എക്യുപ്മെൻറ്റ് സെക്ടറിൽ അവർക്ക് ധാരാളം ഇൻ്റർനാഷണൽ കമ്പനീസുമായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. ടെക്നിക്കൽ എക്സ്പെർട്ടൈസിന് വേണ്ടിയാണ്. ആൻഡ് ദേ കീപ്പ് ഓൺ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ്, പ്രൊഡക്റ്റ് എൻഹാൻസ്മെൻറ്റ് ആൻഡ് ലോട്ട് ഓഫ് എന്താ പറയണ്ടേ പ്രൊഡക്റ്റ് ഇന്നോവേഷൻസ്. റിലേഷൻഷിപ്പ് വിത്ത് ഡൈവേഴ്സിഫൈഡ് കസ്റ്റമേഴ്സ് വായിക്കേണ്ട കാര്യമില്ല. കാര്യം ഇന്ത്യയിലെ ഒരുപാട് എല്ലാ 2 വീലർ 4 വീലർ കൊമേഴ്ഷ്യൽ കമ്പനീസുമായിട്ടും ഇവരുടെ സപ്ലൈ ഉണ്ട്. മാർക്കറ്റ് ക്യാപ് 2043 കോടി. സ്റ്റോക്ക് പീസ് 21.8 ഉള്ളൂ. ഇൻഡസ്ട്രി പീസ് 31.9 ആണ്. ആൻഡ് ROE ഈസ് വെരി ഗുഡ്. ROE ഡെപ്റ്റ് 0.98 ഉള്ളൂ. വിത്തിൻ കൺട്രോളാണ്. എക്സലന്റ് പ്രൊമോട്ട് ഹോൾഡിംഗ് 75%. ആൻഡ് സീ ദി ടോപ്പ് ലൈൻ ഗ്രോത്ത് നോക്കുന്നില്ല. 620, 579, 608, 618 ആൻഡ് 644. വൺ ഓഫ് ബെസ്റ്റ് ടോപ്പ് ലൈൻ ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 55 crores ആണ്. ഇതിന് മുമ്പ് ആ റേഞ്ചിൽ 50+ റേഞ്ചിൽ വന്നിരിക്കുന്നത് ഡിസംബർ 2022, സെപ്റ്റംബർ 2022 ആൻഡ് മാർച്ച് 2022 50+ വന്നിരിക്കുന്നത്. ആ ലെവലിലേക്ക് വീണ്ടും കയറി തുടങ്ങി കമ്പനി. PNL കൊണ്ട് നോക്കും. സോ ദിസ് ഇസ് കോവിഡ് ടൈമിൽ 158 നിന്ന് 100 ആയിട്ട് കുറഞ്ഞു. 135 ആയിട്ട് കൂടി. 208 ആയിട്ട് കൂടി. കഴിഞ്ഞ കൊല്ലം ബെസ്റ്റ് റിസൾട്ട് ആയിരുന്നു. ആൻഡ് ട്രെയിലിംഗ് 12 months 211 ആണ്. ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് ആണ്. 1,11,742 നമ്പർ ഓഫ് ഇക്വിറ്റീസിൽ നിന്നും അവർ 122,316 ആയിട്ട് അവർ കൂട്ടി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്.